ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ എണീറ്റ് വന്നത് തന്നെ നമ്മുടെ ജിതിൻ്റെ കോൾ കണ്ടിട്ടാണ്. അവനിവിടെ അവൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് ഫോറം മാൾ വന്നിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞാൽ ഒന്ന് വാ, നമുക്ക് കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ട്. അവൻ്റെ കൊച്ചിൻ്റെ രണ്ടാമത്തെ കൊച്ചിൻ്റെ ബർത്ത്ഡേ വരുന്നത്, അപ്പോൾ കുറച്ച് പർച്ചേസ് ഉണ്ട്, നീ കൂടെ വാന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അവരിപ്പോൾ ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. നമുക്കിന്ന് റെഡിയായി നേരെ പോയി അവിടെ പോയി നിൽക്കാം. അവരപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ കാറിലാണ് വരുന്നത്. സോ ലെറ്റ്സ് ഗോ ഫോർ റെഡി ആവൽ ആൻഡ് ഗോ ഫോർ ദേം. അത്രേ ഉള്ളൂ. ഒന്നര മണിക്കൂറായിട്ട് ഞാൻ നട്ടുച്ച വെയിലത്ത് കിടന്ന് നിൽക്കുകയാണ്. ഇപ്പൊ വരാം 1 മിനിറ്റ് പറഞ്ഞ് 1.5 മണിക്കൂറായി വരാന്ന് പറഞ്ഞിട്ട്. കരിഞ്ഞ് സൺസ്ക്രീൻ കിട്ടണം, അത്രയും കഴിഞ്ഞില്ല. എന്നാലും കരിഞ്ഞ് ഉള്ള പൊടിയെല്ലാം അങ്ങനെ മൂക്കിലൊക്കെ അടിച്ച് കയറി രക്ഷയില്ല. വരട്ടെ എന്തായാലും. നമ്മളങ്ങനെ ഇവരുമായിട്ട് നമ്മുടെ പുതിയ വെബ്സൈഡില്ലേ, പാലക്കാട്ട് എത്തണ മുമ്പായിട്ട് തുടങ്ങിയ പുതിയ വെബ്സൈഡ് അവിടെ വന്നിട്ടുണ്ട്. അപ്പം അഞ്ചപ്പൻ അവിടെ ലേഡീസിൻ്റെ സെക്ഷനിൽ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും ഞാനും ഉണ്ണിമോനും ആദ്യം കൂടെ ഉണ്ണിമോനുള്ള ഡ്രസ്സ് നോക്കാൻ വേണ്ടി സെക്കൻഡ് ഫ്ലോർ മെൻസിലേക്ക്. ഇത് 3 നിലകളുണ്ട്. ഇത് 0, 1, 2 അങ്ങനെ 3 നില എൻ്റെ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ അവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ മെമ്പിള്ളേരുണ്ട്. അവിടെ ഇവിടെ കുറച്ചുകൂടെ ഉണ്ടോ എടാ, ഇവിടെ ഉണ്ട് കുറച്ചുകൂടെ അഞ്ചപ്പിന് പറ്റിയേക്കാം. ട്രഡീഷണൽ വെയർ കുറച്ച് നല്ല സാധനങ്ങളുണ്ട് ഇവിടെ. ഇതൊക്കെ നല്ല രസമുണ്ട്. ഒരു ലെഹങ്ക ടൈപ്പൊക്കെ ഉണ്ട്. ബജറ്റെത്രയാണ്? 1700. അപ്പോൾ 2 ദിവസം ഇരുന്നു. 3 പേർക്ക് ഒരേ സൈസുള്ള സാധനം കിട്ടാത്തതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത്. ഇവന് മാത്രം കിട്ടി കറക്റ്റായിട്ടുള്ളത്, ബാക്കി അഞ്ചപ്പനും കിട്ടണില്ല, ആദ്യം കിട്ടണില്ല. അത് കാരണം നമ്മൾ നൈസായിട്ട് ലൊക്കേഷൻ വരും. ഇവിടെ കിട്ടുമെന്ന് വിചാരിച്ചു. സാധാരണ ഇവിടെ ഒരേ ടൈപ്പ് സാധനം കുറേ എണ്ണം കാണുന്നതാണ്. അങ്ങനെ വിചാരിച്ചാണ് ഇങ്ങോട്ട് വന്നത്, പക്ഷേ ഇവിടെ ഇല്ല. സോ മിഷൻ അക്കോംപ്ലിഷ് മിഷൻ ഫെയിലായ കാരണം നമ്മളിനി അടുത്ത ഡെസ്റ്റിനേഷനൊക്കെ പോയാണ്. അടുത്ത ഡെസ്റ്റിനേഷനിലും ഇതേ സംഭവമാണോ നമുക്ക് നോക്കാം. എന്തായാലും ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്നാണല്ലോ. നമ്മൾ അങ്ങനെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ്, പാലാരിവട്ടത്തിൻ്റെ അടുത്തുള്ള സ്റ്റുഡിയോയിൽ. വെൽക്കം. അവിടുന്ന് വെൽക്കം വന്നില്ല. ഇനി ഇവിടെ കൂടെ കയറി നോക്കാം. ഒരേ സൈസിലെ 3 പേർക്ക് 4. അപ്പോൾ കൊച്ചനും വേണം, കിട്ടുമെന്ന് നോക്കാം. ഹലോ നിച്ചു, വെൽക്കം. അവിടെ വ്ളോഗ് ആണാ? എന്താണ് വ്ളോഗ്? എന്ത് പറ്റി കുട്ടി? നിനക്ക് വ്ളോഗ് തരാൻ നാളാണ് കണ്ടം വഴി ഓർഡർ. ഇവിടെ ചേച്ചിയാണ്, അനിയത്തിയാണാ? ചേച്ചിയുണ്ട്. അതാണ് അരക്കിളി മുക്കാക്കിളി. എൻ്റെ കൂടെ പറഞ്ഞേ, എടാ എന്നെ കൊണ്ടുപോവാ സ്ട്രേഞ്ചർ വ്ളോഗ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഒരു കൊണ്ടുപോകാൻ നീ വന്നാൽ മതി. പിന്നെ അതിന് ശേഷം അവളൊരു വിവരവും ഇല്ല. അതാണ് അവള്. അപ്ഡേറ്റ് ഉണ്ട്, പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ പെട്ടേന്ന് കിട്ടുമെന്ന് തോന്നണം. നിങ്ങൾ വന്ന് നോക്ക്, സെറ്റായിരിക്കും. നമ്മളിത് മെൻസിൻ്റെ സെക്ഷനിലോട്ട് പോയി നോക്കട്ടെ എന്താന്നുള്ളത്. അവൻ അവസാനം പറഞ്ഞു ആ ബ്ലൂവിൽ തന്നെ എത്തിച്ചതിൻ്റെ. അവന് ബ്ലൂവും ബ്ലാക്കും പറ്റത്തുള്ളൂ. അത് കാരണം എങ്ങനെയെങ്കിലും അഞ്ചപ്പനെ കൺവിൻസ് ചെയ്ത് ബ്ലൂവിലോട്ടാക്കും. അഞ്ചപ്പൻ ബ്ലൂ ഒക്കെ പറയുമ്പോൾ അവനും ബ്ലൂ ഷർട്ട് എടുക്കാമല്ലോ. ഭയങ്കര ബുദ്ധി തന്നെ. സ്റ്റുഡിയോയിൽ വന്നിട്ടും സെറ്റായില്ല. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോട്ടെ. പോത്തീസ് കിട്ടോ പാപ്പുവാ? നിനക്ക് പോത്തീസാണ് നിന്റെ മൈൻഡില്ല, അതുകൊണ്ടാണ് നിനക്കൊന്നും പറ്റാത്തത്. അതാണ് സംഭവം. വിട്ടോ. എറണാകുളത്ത് തെണ്ടി തിരിഞ്ഞ് എന്തൊക്കെയാ പോത്തീസ് അറിയാവുന്ന. ഇനി അവിടെ പോയി സെറ്റ് ആയില്ലെങ്കിലാ അത് തന്നെ. എടാ സംഭവം അറിയാ, ഇവിടെ മൈൻഡിൽ പോത്തീസ് എന്ന് പറഞ്ഞ സാധനം കിടപ്പുണ്ട്. അത് കാരണം വേറെ ഇവിടെ പോയില്ല, അവിടെ പോയില്ലെങ്കിൽ ഉള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത് കൊണ്ട് അതിങ്ങനെ കിടക്കും. അതാണ് സംഭവം, വേറെ ഒന്നുമല്ല. അല്ലേ ഒരു അക്ഷരമുണ്ടല്ല അമ്മ. എടാ ഇത് സംഭവം മനസ്സിലായി നിനക്ക്? അഞ്ചപ്പേര് പോത്തീസിൽ പോയാല് സാറ്റിസ്ഫൈ ആകത്തുള്ളൂ. അതാണ് ഇപ്പൊ വന്നിട്ടൊന്നും കിട്ടാത്തതിന്റെ കാര്യം. അതങ്ങ് ആദ്യമേ പറഞ്ഞാ പോലെ ഇത്രയും തെണ്ടിന്റെ ആവശ്യമുണ്ടായിരുന്നു. ശരി. പോത്തീസ് സാധാരണ പെൺകുട്ടികൾക്കാണ് ഡ്രസ്സ് എടുക്കാൻ ഇത്ര സമയം എടുക്കുന്നത്. പക്ഷെ ഇത് 2 പിള്ളേർക്ക് എടുക്കാൻ വേണ്ടി എത്ര മണിക്കൂറാ? 4 മണിയപ്പോൾ നമ്മൾ വന്നാൽ ഇപ്പൊ 6 മണിയാകുമ്പോൾ 2.5 മണിക്കൂർ. അമ്പോ നമുക്ക് പോത്തീസ് കിട്ടി. ഞാൻ ഈ സമയം നോക്കി വെച്ചിരിക്കുന്നു കേസരി കിട്ടുന്നത്. ഇന്നെന്താ പിങ്ക് കളറിലെ കേസരിയാണ് കിട്ടിയിരിക്കുന്നത്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. പോത്തീസിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അവന് കയറിയപ്പോൾ ഞാൻ സ്റ്റുഡിയോന്ന് കയറിയപ്പോൾ ഞാൻ പറഞ്ഞില്ല പോത്തീസിൽ നിന്ന് എടുക്കത്തുള്ളൂ എന്നുള്ളൊരു സാധനം പറഞ്ഞില്ലായിരുന്നാ? അത്രയും പോത്തീസിൽ നിന്ന് എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അതായത് ആ ഒരു സാധനം മൈൻഡിൽ കിടക്കുന്ന കാരണം പോത്തീസിന് എടുക്കാൻ പറ്റൂലല്ലോ.
നമ്മളൊരു സാധനം മനസ്സിൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്തിന് എടുക്കാനൊരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ വേറെ എവിടെ പോയാലും നമുക്കത് പറ്റില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം നമുക്ക് വാങ്ങിക്കണം, നമ്മുടെ ഉദ്ദേശിച്ചൊരു സാധനം നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ വേറെ എവിടെ പോയാലും അത് കിട്ടില്ല. ആ കിട്ടുന്ന സ്ഥലത്ത് നിന്നാലേ അത് കിട്ടത്തുള്ളൂ. മനസ്സിലായില്ല? നമ്മൾ ഇങ്ങനെ 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 പോയപ്പോഴേ പാർക്കിങ്ങിലേക്ക് പോകണമെന്ന് നോക്കിയാൽ ഓക്കെ. എന്തിനാണ് നിങ്ങൾക്ക് സംഭവം മനസ്സിലായില്ല? അത്രയേ ഉള്ളൂ. നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന വേറെ എവിടെ സുഹൃത്തുക്കളെ പൈദോശ പോകാമെന്ന് പറഞ്ഞു വന്നത്. അപ്പം 5 പറഞ്ഞ് പൈദോശ പോകണമെന്ന് പറഞ്ഞാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. മറ്റേ ഗ്രീൻ സ്പൂണില്ലേ, നമ്മുടെ കടവന്ത്ര കഴിഞ്ഞിട്ട് വരുന്ന വൈറ്റിലൊക്കെ എത്ര മുമ്പുള്ള ഗ്രീൻ സ്പൂണിൽ വന്നിരിക്കുന്നത്. ഞാൻ ഇതുവരെ ഇവിടെ കയറുന്നത് എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇവിടെ കയറുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം, എന്താണെന്ന് അറിയില്ല. എന്തായാലും അകത്തേക്ക് പോയി നോക്കാം എന്താണെന്നുള്ളത്. എന്തായാലും മൊത്തം വെജ് ഉണ്ട്. വെജിന് എന്തെങ്കിലും ഐറ്റം, നോർത്ത് ഇന്ത്യൻ ഐറ്റം എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ വെജ് കടയിൽ കയറിയില്ല, ബിക്കോസ് എന്തെങ്കിലും നോൺ വെജ് ഒരു കിട്ടുന്ന കടയിൽ കയറണമെന്ന് അഞ്ചപ്പന് അതിയായ ആഗ്രഹം. അഞ്ചപ്പന് തട്ട് ദോശ കഴിക്കുന്ന അതിയായ ആഗ്രഹം മൂത്തുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളുടെ എൻ്റെ റൂമിനടുത്തുള്ള നമ്മുടെ സ്ഥിരം കഴിക്കുന്ന കടകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എടാ അതിനൊരു ചെറിയൊരു കഷ്ണം പൊറോട്ട ബീഫ് കഴിച്ച് ശകലം കഴിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല. കഴിച്ചു നോക്ക്, കഴിച്ചു നോക്കടാ, കഴിച്ചു നോക്കടാ. കഴിച്ചു നോക്ക് എങ്ങനെയാണ് കഴിച്ചത്. നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള കടയിൽ നിന്നുള്ള പൊറോട്ട ബീഫ്, നല്ല ഫ്ലഫി പൊറോട്ട ഇങ്ങനെ എടുക്കുന്നു. ഇങ്ങനെ 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 ചാറാട്ട് മുക്കുന്നു. ഇങ്ങനെ 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 എടുക്കുന്നു. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ യാത്രയാവാണ് സുഹൃത്തുക്കളെ. ബൈ ബൈ. നമുക്കിനി പോകാം സ്റ്റേഡിയം ലൂപ്പിലേക്ക്. നമ്മൾ ഷോപ്പിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണല്ലോ സ്റ്റേഡിയം വന്നപ്പോഴത്തേക്കും ഞാൻ ഇത്ര ഞാൻ ബ്ലോഗ് എടുക്കാത്ത എന്തിനാണ്. പക്ഷെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നപ്പോഴത്തേക്കും ഒരു കിടിലൊരു ബിരിയാണി കിട്ടി. ഏതാണ് അത് കടയുടെ പേരെന്തിനാണ്? ആരോടാ അതിന് ഇൻട്രോവേർട്ടിന്റെ സൗദു കടയുടെ പേര് പറ. സീരിയസ്ലി ഞാൻ ബീഫ് കഴിക്കുന്ന ആളല്ല, പക്ഷെ ഞാനിപ്പോ വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ചോദിച്ചപ്പോ ലുധിയാന സ്പെഷ്യൽ എന്താ, അപ്പൊ ഓവറായിട്ട് സ്പൈസസ് ഒന്നും ഇടാണ്ട് നാച്ചുറൽ ഫ്ലേവറിൽ ഒരുപാട് മട്ടിക്കാത്ത രീതിയിൽ അവർ ചെയ്തേക്കുന്നത്. എങ്ങനെയാ അവനും പ്ലേറ്റ് പഠിച്ച് അവിടെ ഒരു പ്ലേറ്റ് രണ്ടുപേരും കൂടെ തീർത്ത് അടുത്തൊരു ബിരിയാണി ഞാനും പറഞ്ഞു. ഇതാണ് മുതലാളി ചാടി ഇപ്പോണ്ട്. ഞാൻ പറഞ്ഞ പ്ലേറ്റിനൊക്കെ പറഞ്ഞായിരുന്നു. ഇത് നമ്മള് ആദ്യം എത്ര ഒരെണ്ണം അങ്ങനെ ഓർഡർ ചെയ്തുള്ളൂ. അല്ല ഫസ്റ്റ് ആദ്യം ഒരെണ്ണം പറഞ്ഞല്ലേ, രണ്ടെണ്ണം പറഞ്ഞു ഒരെണ്ണം പറഞ്ഞു. ഞാൻ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് പറ്റില്ല. കാരണം ഞാൻ ഒരെണ്ണം ഫുള്ളായിട്ട് ഒരെണ്ണം ഓർഡർ ചെയ്ത് നോക്കിയേ. എടാ സൂ ഇങ്ങോട്ട് വേടാ നോക്ക്. നല്ല ബീഫിൻ്റെ ആ ഒരു വളരെ ഫോക്കസ് ആവേണ്ട ആവശ്യമുള്ളത്. ടെക്സ്ചർ നിങ്ങൾ ടെക്സ്ചറിൻ്റെ അങ്ങോട്ട് രക്ഷയില്ല. ഇങ്ങനെ എടുത്തിട്ട് ഈ ബീഫ് വരുന്നില്ല. ബീഫ് കുറച്ച് ബീഫ് കണ്ട ഇരിക്കണില്ല. ഈ ബീഫ് കുറച്ച് റൈസായിട്ട് മാത്രം ഒന്ന് കഴിച്ചോണം. നമ്മൾ നോർമലി കഴിക്കുന്നൊരു ബിരിയാണി അല്ല, വേറൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. എന്താ പറയുക, എനിക്ക് അറിഞ്ഞു വിവരിക്കാം. നമ്മൾ നോർമലി കഴിക്കുന്ന ഒരു ടൈപ്പേ അല്ല. സീരിയസ് നല്ല ടേസ്റ്റ് ഉണ്ട്. ബീഫിൻ്റെ ആ ടെക്സ്ചർ തന്നെ കണ്ടില്ല, നല്ല ടെൻഡർ ജ്യൂസി ടൈപ്പ്. ആ മുളകുണ്ട്, എനിക്ക് മുളകിനകത്ത് കിട്ടിയില്ല. നിങ്ങളെല്ലാം മുളക് വെറുതെ ഇതിനകത്ത് മുളകില്ല. ആ മുളകും കൂടി ഇതിനകത്ത് കണ്ടേ, ഇത്രയും മുളകാണ് അതിനകത്ത് ഉണ്ടാകുന്നത്. ഇതെല്ലാം പെറുക്കി പുറത്ത് വെച്ചിരിക്കുന്നത്. ഇവരെ കണ്ടില്ലടാ, താങ്ക്യൂടാ. എന്താ ഈ മുളകും കുരുട്ട് ഒരു പിടി പിടിക്കാം. എനിക്ക് മുളക് ഇങ്ങനെ സ്പൈസ് ഇങ്ങനെ കൂട്ടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടാ
ഒന്നും പറയാം സത്യം വരെ റൈത്തം വേണ്ട സാധനം വേണം മുളക് മാത്രം കൂട്ടി കഴിച്ചാൽ മതി ആ ചൂടോട് കഴിച്ചാൽ സൗത്ത് എത്രാമത്തേണ് ഞാൻ പറഞ്ഞ ഫുള്ള് ഇപ്പൊ കഴിച്ചു. രണ്ടാമത്തെ ഫുള്ള് ഇപ്പം ഹസ്ബൻഡ് കഴിച്ചോണ്ടിരിക്കാം ഇതിനകത്ത് പിന്നെ റൈത്തയും അച്ചാറും കൂട്ടി കഴിക്കാൻ പ്ലെയിനായിട്ട് നോക്കാം മുളകും കൂട്ടി കഴിച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എൻ്റെ ഒരു വേ ഓഫ് ടൈപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പറയാ ഞാൻ ബിരിയാണി കഴിക്കാത്തതാണ്. ഇവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ ബിരിയാണി കഴിച്ചു. ഞാൻ സ്കൂളിലത്തെ ബീഫ് ബിരിയാണിയുടെ അതിനെക്കാട്ടും ടേസ്റ്റ് ഇതാണ്. അപ്പൊ ഞങ്ങൾ മുളക് വെച്ചൊന്ന് കഴിച്ചു. നമ്മുടെ നാട്ടിലോട്ട് പറ്റില്ലടാ ബിരിയാണി കഴിക്കാത്ത അവന് വരെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചത് ഇതിൻ്റെ എത്ര നല്ല ഇതുണ്ടെന്ന് ഇതിൻ്റെ ഇപ്പം നമ്മൾ സംസാരിച്ചു പുള്ളിക്കാരൻ പറഞ്ഞത് ഇതിനകത്ത് വേറെ ഫ്ലേവറോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല ജസ്റ്റ് ആ മീറ്റിൻ്റെ ഫ്ലേവർ തന്നെ ഇറങ്ങി റൈസിലേക്ക് കുടിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് ആണ് അതിനകത്ത് ജസ്റ്റ് സ്പൈസസ് മാത്രമല്ല ആഡ് ചെയ്യുന്നത് സൗത്ത് സ്പൈസസ് മാത്രം മുളക് മറ്റേ കറുവപ്പട്ട പിന്നെ അത് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇല്ലേ അത് മാത്രം ആഡ് ആക്കുന്നത് വേറൊരു ആർട്ടിഫിഷ്യൽ ഒരു സാധനം ചേർക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പക്ഷേ സാധനം വേറെ ലെവല് സാധാരണ ബിരിയാണി കഴിച്ചിട്ട് ഹാങ് ഓവറോ സംഭവം കാര്യങ്ങളൊന്നും എനിക്ക് വരുന്നില്ല കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്ന ഒരു ഡിഫറെൻറ്റ് ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ വന്ന് ഇവിടെ ട്രൈ ചെയ്യാം നമ്മുടെ മണ്ടിപ്പില്ല കഴിക്കുന്നുള്ളത് ഒന്നാണ് നമ്മുടെ സ്റ്റേഡിയം ലിങ്ക് റോഡ് സ്റ്റേഡിയത്തിൻ്റെ അവിടെ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് കയറി വരാൻ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണാം താവുക്കല്ലടാ താവുക്ക് ബിരിയാണി ഞാൻ ബോർഡ് കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും ഞാൻ അത് കഴിച്ച് ഫിനിഷ് ചെയ്തിട്ട് ഈ 2-3 നടക്കൂല ചെമ്പ് പൊട്ടി ഞാൻ തന്നെ വിളിക്കുന്നുണ്ട് അതൊന്ന് കാണിച്ചു തരാം അടഞ്ഞിട്ട് ഗൈസ് ഇത് പെയ്ഡ് പ്രൊമോഷൻ സംഭവങ്ങളൊന്നുമല്ല ഇപ്പോൾ ബീഫ് ബിരിയാണി മാത്രമല്ല ഒരു ബീഫ് ബിരിയാണി ഫുള്ളിന് 200 രൂപ വരുന്ന ഒരെണ്ണത്തിന് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക താവൂക്ക് ബിരിയാണി ഇതാണ് കട ഞാൻ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം താവൂക്ക് ബിരിയാണി ഇവിടെ തന്നെ നിങ്ങൾക്ക് പച്ചക്കളറുള്ളത് ഇത് ഇവരെൻ്റെ ബിരിയാണി എൻ്റെ ചെമ്പെന്ന് കാണിച്ചിരുന്നത് വലിയ നമ്മുടെ സാധാരണ ബിരിയാണി ചെമ്പല്ലേ ഇത് എനിക്ക് ചൂട് കണ്ടിട്ട് തന്നെ കൊതി വരണം ഇപ്പോൾ ഇവിടുന്ന് ഓക്കെ ബിരിയാണി കഴിച്ച് കഴിഞ്ഞ് ഇപ്പോഴും ബിരിയാണി കഴിച്ചതിൻ്റെ ഒരു എഫക്റ്റും തോന്നുന്നില്ല കേട്ടോ ഞാൻ കുറച്ച് കാണുന്നില്ല അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് മൊത്തം പോയി 1-2 ചാടി 2 അടി തലക്കെട്ടൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് ആ ബിരിയാണി കഴിച്ചതിൻ്റെ എഫക്റ്റ് ആ ബിരിയാണി കഴിച്ചതിൻ്റെ എഫക്റ്റ് പോകാൻ മാത്രമേ ഞാൻ പണിയെടുത്ത് വേറൊന്നും വരാം 2 എണ്ണത്തിനെ കുറേ നാൾക്ക് ശേഷം വീണ്ടും കണ്ടുകിട്ടിട്ടുണ്ട് എവിടെയായിരുന്നു ആ ഭാഗ്യം കിട്ടും നിങ്ങളുടെ കണ്ടന്റ് എന്തേ വ്ളോഗ് എന്തേ ഏത് കാലത്ത് എപ്പോ വരും മറ്റന്നാ മുതൽ ഫോറിൻ ട്രിപ്പ് പോയതിന്റെ അല്ലേ എന്ത് നിങ്ങളെ ട്രോഫി എന്തേ ട്രോഫി അതിന് വേണ്ടല്ലേ ഇപ്പോഴും സമാധാനം കിട്ടിയതാ ഇതാണ് ഏറ്റവും സേഫ് ഇങ്ങനെ നടക്കണം ഏറ്റവും സേഫ് ഏറ്റവും സേഫ് ഇതാ കൊച്ചിനെ എന്നാ വണ്ടി ഇറക്കി കൊടുക്കണ കൊച്ചിനെ വണ്ടി ഇറക്കി കൊടുക്കണ കൊച്ചിന് വണ്ടി ഇറക്കിയ ഹയാബൂസ അല്ലേ കണ്ടായിരുന്ന കൊച്ചിനെ ഇറക്കിയ വണ്ടി ചെറിയൊരു അത് മറ്റേ നമ്മുടെ ധൂമിനകത്ത വണ്ടി അത് തന്നെ കഴിഞ്ഞ ദിവസം കൊച്ചിന് വേണ്ടിട്ട് ചെറിയ വണ്ടി ചെറിയ വണ്ടി ഇറങ്ങിയത് കൊച്ചിന് കളിക്കാനാണ് വണ്ടി കൊച്ചിന് കളിക്കാൻ വണ്ടിയില്ല അത്ര പുതിയ കൊച്ചിന് എന്നാ റൈഡർ ഞങ്ങൾ ഇന്ന് ബൈക്കിനാണ് ഇറങ്ങിയത് 2 ഹെൽമെറ്റ് കണ്ടോ ബൈക്കിൽ ഇറങ്ങി അപ്പൊ എങ്ങനെ കൊണ്ടുവന്നത് നിങ്ങള് കൊച്ചിന് വിയറ്റ്നാമിൽ അവിടെ പോയപ്പോഴാണ് നമ്മൾ കുറച്ച് കൂടുതൽ ഡിസ്റ്റൻസ് ഇറങ്ങിയത് അപ്പൊ അവള് ഓക്കെയാ അപ്പൊ നമ്മള് ഇന്ന് ബൈക്കിന് ഇറങ്ങി ചൂടില്ല വെയില്ല പൊടി ആ അത് സൂക്ഷിക്കണം ഇവരെ അറിഞ്ഞുകൂടാത്തവരാണെന്നുണ്ടെങ്കിൽ റണ്ണിങ് ഈഗിൾ പണ്ടത്തെ 2 റൈഡർ കപ്പിൾസ് എന്തേ ഞാൻ ഇവരൊക്കെ പറഞ്ഞു യൂട്യൂബ് ഇപ്പം ഇതേപോലെ ആൾക്കാരെ ഇങ്ങോട്ട് പണിയെടുക്കുക നമ്മളെ വിളിക്കും നമുക്ക് കണ്ടന്റ് പറഞ്ഞു തരും നമ്മള് ഭയങ്കര മോട്ടിവേറ്റ് എന്ന് രാവിലെ ഒരു ടൈമിൽ എന്റെ കോൾ കാണുമ്പോ ഞാൻ ദൈവമേ അല്ല എടാ സീരിയസ് ഇതുപോലൊരു ഫ്രണ്ട് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാ നിങ്ങള് ചെയ്യുന്നില്ല പക്ഷെ നിങ്ങളെ തരത്തിൽ കഴിവില്ലാത്ത പല ആൾക്കാരും ഒന്നുമില്ലാണ്ട് കയറി പോകുന്നുണ്ട് അപ്പൊ നിങ്ങളെ തന്നെ ചെയ്യാനൊക്കെ നമുക്ക് കാണുമ്പോൾ സങ്കടമാണ് അതുകൊണ്ട് പറഞ്ഞാണ് കുറെ നാൾക്ക് ശേഷം ഇവരെ ഞാൻ കാണുന്നത് ഏകദേശം ഒരു 1 ഇയർ പറ്റി 1 ഇയർ കഴിഞ്ഞില്ല 2 ഇയർ ആയിട്ടുണ്ട് ഇവരെ കണ്ടിട്ട് നമ്മൾ ബമ്പർച്ചിരി പണ്ട് വന്നപ്പോഴത്തേക്കും കണ്ടാണ് അത് കഴിഞ്ഞ് ഇപ്പം സീരിയസ്ലി ഇപ്പോഴാണ് നമ്മൾ നേരിട്ട് കാണുന്നത് പ്രാവശ്യം കൊച്ചി വന്നിട്ട് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ ഒന്നെങ്കിൽ തിരുവനന്തപുരത്തായിരിക്കും നിങ്ങൾ കൊച്ചിയിലും
നിങ്ങളുടെ നാട്ടിൽ പോകുമ്പോ ഞാൻ കൊച്ചി വരും. ഏതോ മീറ്റപ്പിന് കണ്ടിട്ടുണ്ട്. ഏതോ മെറ്റ മീറ്റപ്പിന് അന്ന് അന്നൊരു തകർപ്പൻ ഡാൻസ് ലൈവും അക്കനെ കണ്ട ദിവസം അതായിരുന്നു ലാസ്റ്റ് കണ്ട ദിവസം. കൊണ്ട് നമ്മുടെ അത് 2 ഇയർ മുമ്പ് നമ്മുടെ ലാസ്റ്റ് മെറ്റയുടെ മീറ്റപ്പ് എടുത്തത്. ഇപ്പൊ മെറ്റ മീറ്റപ്പ് നമുക്കൊന്നും വേണ്ട. ലേമനടി വെച്ച് കാണുന്ന പരിപാടി. അതിന്റെ ബ്ലോഗ് ഉണ്ടെങ്കിൽ ഇവിടെ സൈഡ് ചെയ്യാൻ കൊടുത്തേക്കാം. കാണുമെന്ന് അറിയാൻ പറ്റും. തപ്പ് നോക്കണം. ഓക്കെ ശരി. എല്ലാ പരിപാടിയും ഞാൻ തിരിച്ച് റൂമിലെത്തി. ഇപ്പം സമയമാണ്ട് എത്ര മണിയാണ്? 1:30-2 മണിയും കണ്ടായിട്ടുണ്ട്. ബിരിയാണി കൊള്ളായിരുന്നു കേട്ടോ. സീരിയസ്ലി ഞാൻ പറയാം, ബിരിയാണി നല്ല ബിരിയാണിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും അതിൻ്റെ ഹാങ് ഓവറോ കാര്യങ്ങളോ ഒരു സ്ഥാനവും ഇല്ല. നിങ്ങളും പോയി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. കൊള്ളായിരുന്നു ഇന്നത്തെ. പക്ഷേ എന്നാലും എന്തൊക്കെയോ ഒരു നെഗറ്റീവ് ഫീലിൻ്റെ ചുറ്റും നിൽക്കുന്ന പോലെ ഒരു ഫീലുണ്ട്. എന്തായാലും കുഴപ്പമില്ല. അതെല്ലാം തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് തന്നെ വരും. അല്ലാണ്ട് ഇവിടെ പോയാൽ ഇങ്ങനെ നെഗറ്റീവ് അടിച്ച് ചെയ്താൽ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. ബി ഹാപ്പി ആൾവേസ്. അത്രയ്ക്കുള്ളൂ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ ഈ സൈഡിലെ കമൻറ്റ് ബോക്സിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനം കാണും. അതും നിങ്ങൾ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ കുറച്ചുകൂടെ റീച്ച് ആകും. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വളർന്നു വരാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കുഞ്ഞു വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം.